പ്രിയപ്പെട്ടവരെ, ഞാൻ JPS കാപ്പിൽ. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി ജനിക്കുവാനും ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളരുവാനും പരിപാലിക്കപ്പെടുവാനുമുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെയും ദൈവം തൻ്റെ വലിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കുന്നു. എന്നാൽ പല അവസരങ്ങളിലും ഒരു വാക്ക് നന്ദി പറയുവാൻ ഉള്ള അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ ഇതൊക്കെ മറന്നു പോകുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ മനസ്സിൻ്റെ ഉള്ളിൽ കോറിയിട്ടിരുന്ന ചില വരികൾ പുസ്തകത്താളുകളിലും ഡയറി കുറിപ്പുകളിലും എഴുതി വച്ചിരുന്ന ചില വരികളും വാക്കുകളും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായിരിക്കുമ്പോൾ ഓർത്തെടുക്കുവാനും ദൈവം നടത്തിയ വഴികളെയും വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഉള്ള അവസരങ്ങളായി തീർന്നു. ഇങ്ങനെയുള്ള ഈ വരികളൊക്കെയും ഓർമ്മയിലൂടെയുള്ള സഞ്ചാരത്തിൽ ഒന്ന് ഓർത്തെടുക്കുവാനും ക്രമപ്പെടുത്തുവാനും ഉള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. എൻ്റെ ഈ ആഗ്രഹം ഭവനത്തിൽ പറഞ്ഞപ്പോൾ അവരുടെ പ്രോത്സാഹനവും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും ഈ എൻ്റെ വരികളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള അവസരമാക്കി മാറ്റിത്തന്നു. ഫെയ്ത്ത് വേവ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും അതിൻ്റെ സാങ്കേതികവും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളും ഭാര്യയും തന്ന സഹായങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവനിയോഗത്താൽ വളരെ അവിചാരിതമായി പരിചയപ്പെട്ട പ്രശസ്ത സിനി ആർട്ടിസ്റ്റുകളായ സെവൻത് ഹെവൻ സ്റ്റുഡിയോസിൻ്റെ കമ്പോസറും ഗായകരും സിനോയ് ജോസും സോന തോമസ് എന്നീ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ, കടപ്പാടിനെ, ഒത്തിരി സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് പ്രകടിപ്പിക്കട്ടെ. അവരുടെ സഹായം ഒരു വലിയ കൈത്താങ്ങാണ്. എൻ്റെ ഈ ഉദ്യമത്തിൽ ഞാൻ ആദ്യമായി എടുക്കുന്ന ഈ ആൽബത്തിൽ, നിഴലായി എന്ന ഈ ആൽബത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാനത് സമർപ്പിക്കുകയാണ്. അത് നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റുകളായി എന്നെ അറിയിക്കുക. അത് മുന്നോട്ടുള്ള എൻ്റെ ഈ ഉദ്യമത്തിൽ കരുത്തായിരിക്കും, പ്രോത്സാഹനമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇനി വരുന്ന അപ്ലോഡ് ചെയ്യാനുള്ള ഈ ആൽബത്തിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഇനാക്ട് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, പരിചയക്കാർ ഇവർക്കൊക്കെയും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം. ഇത് എൻ്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ എൻ്റെ പരിമിതമായ ഭാഷാ പരിജ്ഞാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അക്ഷരത്തിലാക്കുവാൻ ശ്രദ്ധിച്ചിട്ടേ ഉള്ളൂ. ഞാനൊരു കവിയോ ഒരു സാഹിത്യകാരനോ അല്ല. ഇത് ആരുടെയെങ്കിലും ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നറിയുന്നെങ്കിൽ അത് മതി. നിഴലായി എന്ന എൻ്റെ ഈ ആൽബത്തിലെ ആദ്യ ഗാനം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.